ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ DIY ഡ്രീംസ് ബൈ ആവൂസ്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ക്യൂട്ട് സ്റ്റിക്കേഴ്സ് മേക്കിംഗ്. അപ്പോൾ നമുക്ക് ഏതായാലും വൈകാതെ തന്നെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു A4 പേപ്പർ എടുക്കുക. ഇതിലോട്ട് കുറച്ച് ക്യൂട്ട് പിക്ചേഴ്സ് വരച്ചെടുക്കണം. അതിനായിട്ട് നമ്മൾ പിൻട്രസ്റ്റിൽ പോയിട്ട് ക്യൂട്ട് പ്രിൻ്റബിൾ സ്റ്റിക്കേഴ്സ് അല്ലെങ്കിൽ ക്യൂട്ട് സ്റ്റിക്കർ ഷീറ്റ് അങ്ങനെ എന്തെങ്കിലും അടിച്ചു കൊടുത്താൽ കുറേ ക്യൂട്ട് പിക്ചേഴ്സ് കിട്ടും. വരക്കാൻ അറിയുന്നവരാണെങ്കിൽ വരച്ചെടുക്കുക ഇഷ്ടമുള്ളതൊക്കെ. ഇല്ലെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്തിട്ട് പേപ്പർ കോപ്പി ട്രേസർ ആപ്പിൽ പോയിട്ട് ട്രേസ് എടുത്ത് വരയ്ക്കാവുന്നതാണ് കേട്ടോ. അപ്പം നമ്മളുടെ കുറച്ച് പിക്ചേഴ്സ് ക്യൂട്ട് പിക്ചേഴ്സ് വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കുറേ ഗ്യാപ്പ് ഉണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വരച്ചാകുമ്പോൾ തെറ്റാകുമ്പോൾ ഞാൻ പിന്നെ അതിൻ്റെ മേലെ വരക്കേണ്ട, അത് അവിടെ തന്നെ ഇങ്ങനെ ഗ്യാപ്പായിട്ട് നിന്നോട്ടെ എന്ന് വെച്ചിട്ട് ഗ്യാപ്പ് ഇട്ടതാണ്. ഇനി നമുക്ക് ഏതായാലും ഫുള്ളായിട്ട് ഇത് ബ്ലാക്ക് പെൻ വെച്ച് ഔട്ട്ലൈൻ ചെയ്തെടുക്കാം. ചിലവരുടെ കയ്യിൽ ബ്ലാക്ക് ജെല്ല് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലാക്ക് പെൻ ഉണ്ടാവുമല്ലോ, ആ ബ്ലാക്ക് പെൻ വെച്ചിട്ട് ഔട്ട്ലൈൻ ചെയ്താലും മതി കേട്ടോ. കണ്ടോ? അപ്പോൾ ചില പെൻസ് ഉണ്ടാവും നമ്മുടെ പെൻസിലിൻ്റെ മേലെ പറ്റത്തില്ല. നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ട്രേസ് എടുക്കുമ്പോൾ കുറച്ച് കട്ടിയിൽ വരയ്ക്കാൻ ശ്രമിക്കുക പെൻസിൽ വെച്ചിട്ട്. മൊബൈലാണ് എങ്കിലും അത്യാവശ്യം കട്ടിയുള്ള പെൻസിൽ എടുത്തിട്ട് വരയ്ക്കാൻ ശ്രമിക്കുക. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ഇറേസർ എടുക്കുക. ഇറേസർ എടുത്തതിന് ശേഷം ആ പെൻസിൽ കൊണ്ട് വരച്ചത് മുഴുവനായിട്ട് മായ്ച്ചു കൊടുക്കുക. അപ്പോൾ അതിൽ പെൻസിലിൻ്റെ ആ ഒരു കല ഉണ്ടാവുമല്ലോ, ആ കലയുടെ മേലെ വരച്ചാലും നമുക്ക് അടിപൊളിയായിട്ട് വരയ്ക്കാൻ പറ്റും. ശ്രദ്ധിച്ച് വരക്കണം എന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഇവിടെ ക്ലാസ്മേറ്റിൻ്റെ ഒക്ടാൻ ജെല്ലാണ് കേട്ടോ. അപ്പോൾ കണ്ടോ ഗൈസ്, ഞാൻ ഇത് മുഴുവനായിട്ടും കളർ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് വന്നിട്ട് ഞാൻ പെൻ വെച്ചിട്ട് ഇങ്ങനെ കണ്ണിൻ്റെ ഡോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ തേഞ്ഞ് പോയി മുട്ടിയിട്ട്. അപ്പോൾ ഞാൻ ചാനൽ തുടങ്ങുന്നതിന് കുറേ ദിവസങ്ങൾക്ക് മുൻപ് ക്യൂട്ട് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കിയപ്പോൾ ഈ ഒരു സ്റ്റിക്കർ അതിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ സ്റ്റിക്കർ പോയതിൽ എനിക്ക് വിഷമമൊന്നുമില്ല കേട്ടോ. അപ്പോൾ വിഷമമൊന്നുമില്ല. അപ്പോൾ എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു സ്റ്റിക്കറിൻ്റെ കുറച്ച് വൈറ്റ് പോർഷൻ വിട്ടിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് കട്ട് ചെയ്തിട്ട് വരാം. എങ്ങനെയുണ്ട് ഗൈസ് ട്രാൻസാക്ഷൻ? അടിപൊളിയല്ലേ? കണ്ടോ, ഞാൻ പറഞ്ഞ പോലെ കുറച്ച് വൈറ്റ് പോർഷൻ വിട്ടിട്ട് എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെലോ ടേപ്പ് വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കണം കേട്ടോ ഗൈസ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഈ മേശയ്ക്ക് വ്യത്യാസം ഉണ്ടെന്ന് അറിയാം. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ മേശയിലെ തുണി മൊത്തം എടുത്ത് മാറ്റി കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് ഏതായാലും ഇത് സ്റ്റിക്കർ ഉണ്ടാക്കണ്ടേ. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രാൻസ്പെറൻറ്റ് കളറുള്ള ടേപ്പ് ഉണ്ടല്ലോ, അത് ഇങ്ങനെ നമ്മൾ പീൽ ചെയ്തെടുക്കാം. എന്നിട്ട് അതിലോട്ട് നമ്മൾ ഈ സ്റ്റിക്കർ കമച്ച് വേണം കേട്ടോ ഒട്ടിക്കാൻ. കമഴ്ത്തിയിട്ട് ഒട്ടിക്കണം. ചില പശയുള്ള ഭാഗം മേലെയും പശയില്ലാത്ത ഭാഗം താഴെയാണല്ലോ, അപ്പോൾ നമ്മൾ കമഴ്ത്തി ഒട്ടിക്കണം കേട്ടോ. ഇങ്ങനെ അതിൻ്റെ ആ നല്ല പോർഷൻ ആ പശയുള്ള ഭാഗത്ത് വരുന്ന മാതിരി അങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഇങ്ങനെ നമ്മൾ എല്ലാം ഒട്ടിച്ചെടുക്കണം കേട്ടോ ഗൈസ്. കണ്ടോ, നമുക്ക് ഒട്ടിക്കും തോറും നമുക്കത് പീൽ ചെയ്ത് പോവാം. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടുന്നതിന് മുമ്പ് ഒരു ഡെസ്ക് ടൂർ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ ഞാൻ അടിയിൽ ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഗൈസ്. നമുക്ക് ഓരോ പിക്ചേഴ്സ് വീതം ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് വേഗം ഒട്ടിച്ചെടുക്കാം. അത് നീട്ടി കൊണ്ടുപോകാം കേട്ടോ. കുറച്ച് ഒട്ടിച്ച് നമുക്ക് വെട്ടിക്കളയാം, അല്ലെങ്കിൽ മേശയിൽ വെക്കാൻ സ്ഥലം ഉണ്ടാവത്തില്ല. പിന്നെ എൻ്റെ മേശ അധികം ഈസ്തെറ്റിക്കൊന്നും അല്ല കേട്ടോ. അത്യാവശ്യം വേണ്ട എസ്തെറ്റിക് സാധനങ്ങളുണ്ട്, പക്ഷെ അത്ര എസ്തെറ്റിക് അല്ല. നമുക്ക് ഏതായാലും ഇനി ഒന്നും കൂടി ഒട്ടിച്ചിട്ട് വെട്ടാമെന്ന് തോന്നുന്നു അല്ലേ ഗൈസ്? നമുക്ക് ഒട്ടിക്കാം, വേഗം ഒട്ടിക്കാം ഗൈസ്. ഇത് ഞാൻ മുറിക്കാൻ കുറേ പണിയെടുത്തിട്ടുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ കുറേ പണിയാണല്ലോ, കുറേ പിക്ചേഴ്സും വരച്ചെടുത്തു. എൻ്റെ ചേച്ചിയും കൂടി വന്നതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു ഗൈസ്. അല്ലെങ്കിൽ ഞാൻ മുറിച്ച് മടുത്ത് എന്തെങ്കിലും ആയേനെ ഗൈസ്. അപ്പോൾ നമുക്ക് ഏതായാലും ഈ ഒരു ഇത് മുറിച്ചെടുക്കാം കേട്ടോ. നല്ലോണം ഇതാക്കിയ സ്ഥലം ഉണ്ടാവത്തില്ല. അപ്പോൾ നമുക്ക് ഇത് മുറിച്ചെടുക്കാം. ഇനി നമുക്ക് അടുത്തതുണ്ട്, അത് ഇവിടെ വയ്ക്കും. നമുക്ക് ഇവിടെ വയ്ക്കാം. ഇവിടെ വെച്ചാൽ പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ലല്ലോ അല്ലേ? മറ്റേ തിരിച്ച് വെച്ചാൽ അതിൻ്റെ പശ പോകും ഗൈസ്. എന്നാണ് കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് അടുത്ത റോള് ചെയ്യാം, മുഴുവനായിട്ടും ചെയ്യാം ഗൈസ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബൊന്നും ചെയ്യാൻ മറന്നിട്ടില്ലല്ലോ അല്ലേ? വേഗം സബ്സ്ക്രൈബ് ചെയ്തോ, ലൈക്കും ചെയ്തോ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തോ, ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്തോ, കമൻറ്റും ചെയ്തോ കേട്ടോ. അപ്പോൾ നമുക്കിനി വേഗം ഒട്ടിച്ചെടുക്കാം ഗൈസ്. ഇതാ ഒരു ഹേർട്ട് ഷേപ്പ് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ.
കയ്യിലൊക്കെ ഒട്ടുന്ന ഗൈസ്. നമുക്ക് പീൽ ചെയ്ത് ഇങ്ങനെ ചപ്പാത്തി പരത്തുന്ന പോലെ പീൽ ചെയ്തുകൊണ്ട് പോകാം ഗൈസ്. നമ്മൾ ഒട്ടിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഒരു സ്റ്റിക്കർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നുകൊണ്ട് ഞാൻ വരച്ചതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്റ്റിക്കറാണ് കേട്ടോ ഇത്. ഭയങ്കര ഇഷ്ടം. എനിക്ക് അങ്ങനത്തെ സ്റ്റിക്കേഴ്സ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ മാക്സിമം അങ്ങനത്തെ തന്നെ വരച്ചെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ ഈ വീഡിയോ കട്ടായിട്ടാണ് എടുത്തത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ ഒരു ഒട്ടിക്കുന്ന ഭാഗം കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് കുറേ പോർഷൻ ഞാൻ കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് വേഗം ഒട്ടിച്ചെടുക്കാം ഗൈസ്. അയ്യോ ഗൈസ് പോയോ? അയ്യോ ഗൈസ് ഒട്ടിപ്പോയി. അയ്യോ ചുളിഞ്ഞു പോയി ഗൈസ്. അത് ചുളിഞ്ഞു പോയാൽ നമുക്ക് മുറിച്ച് മാറ്റാം. മുറിച്ച് കൊണ്ടിരിക്കുന്നു, നല്ലപോലെ മുറിച്ചെടുക്കുന്നു. എനിക്കുണ്ടല്ലോ ഗൈസ് കൈ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷനാണ് കേട്ടോ അത് ചെയ്യുമ്പം. ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ് ഇങ്ങനെ പിടിച്ച് വരയ്ക്കുമ്പം. അപ്പോൾ നമുക്കിങ്ങനെ വേഗം ഒട്ടിച്ചെടുക്കാം. അപ്പം നമുക്ക് ഇത് ചെയ്യാം. അതിനേക്കാളും നല്ലത് നമുക്കിത് മുറിച്ചെടുക്കാം. അപ്പോൾ അതാണല്ലോ അതിൻ്റെ ഒരു ഇത്. അപ്പോൾ നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അതും ആ വൈറ്റ് പോർഷനേക്കാളും കുറച്ചും കൂടി പോർഷൻ വിട്ടിട്ട് ടേപ്പ് മുറിച്ചെടുക്കാം കേട്ടോ. അതേപോലെ എല്ലാം മുറിച്ചെടുക്കണം. എല്ലാം മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല ഷേപ്പ് വേണമെന്നില്ല കേട്ടോ. ആ സ്റ്റിക്കറിന് ടേപ്പിന് അത്ര ഷേപ്പ് വേണമെന്നില്ല. അതിൻ്റെ ഷേപ്പ് വേണമെന്നില്ല കേട്ടോ. ഇത് ഷേപ്പില്ലാതെ മുറിക്കാൻ പാടില്ല. ഷേപ്പ് അങ്ങനെ വേണമെന്നില്ല. ഞാൻ മുറിച്ചിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക്. അയ്യോ കയ്യിൽ മൊത്തം പശ പറ്റി കേസ്. ഞാൻ കൊട്ടിച്ചിട്ടുണ്ട്. പകുതി മുറിച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ. ഇനി ബാക്കി മുഴുവൻ നമുക്ക് മുറിക്കാം കേട്ടോ. പക്ഷേ ഈ കത്രികയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ കത്രികയ്ക്ക് പശ ഒട്ടിപ്പിടിക്കും. അതാണ് എനിക്ക് ഇഷ്ടമില്ലാത്ത. ടേപ്പ് മുറിക്കും തോറും ആ കത്രികയ്ക്ക് ഒട്ടിപ്പിടിച്ചുകൊണ്ടേയിരിക്കും. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. എൻ്റെ ചേച്ചിയുടെ ഒരു കത്രിക ഉണ്ട്, അതിൽ ടേപ്പൊന്നും ഒട്ടിപ്പിടിക്കത്തില്ല കേട്ടോ. അതാണ് മെയിൻ ഹൈലൈറ്റ്. അപ്പോൾ നമ്മളിതാ ബട്ടർ പേപ്പർ എടുക്കുക. നമ്മുടെ നെയിം സ്ലിപ്പിൻ്റെ പുറകുവശത്തെ ആ ഒരു പേപ്പർ എടുക്കുക. ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കവായ് സ്റ്റിക്കർ ഉണ്ടോ? കവായ് സ്റ്റിക്കർ തീർന്നെങ്കിൽ അതിൻ്റെ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് എടുത്തോ കേട്ടോ. അതും നെയിം സ്ലിപ്പ് ഇപ്പം സ്കൂൾ തുറന്നതല്ലേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നെയിം സ്ലിപ്പിൻ്റെ ബാക്ക് സൈഡ് എടുത്താലും മതി. അതിൽ കുറച്ച് വഴുക്കുള്ള പോർഷൻ ഒട്ടിച്ചാൽ മതി. എൻ്റെ ഇപ്പം കവായ് സ്റ്റിക്കർ തീർന്നതുണ്ട്. അപ്പോൾ അതിൻ്റെ മേലോട്ട് ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിനി ഓരോന്ന് വീട് അങ്ങനെ മുറിച്ചുകൊണ്ടിരിക്കണം അല്ലേ ഗേസ്. അപ്പോൾ നമ്മളിതേപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഞാൻ കളർ പെൻസിൽ വെച്ചിട്ടാണ് ഇത് കളർ ചെയ്തെടുത്തത്. നിങ്ങൾക്ക് സ്കെച്ചോ എന്തോ ഉപയോഗിക്കാം. സ്കെച്ച് അല്ലെങ്കിൽ എന്താണ് ക്രയോൺ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാൻ ലൈറ്റായിട്ടേ കളർ പെൻസിൽ വെച്ച് ചെയ്തിട്ടുള്ളൂ കേട്ടോ. ലൈറ്റായിട്ടേ കളർ കൊടുത്തിട്ടുള്ളൂ. ഇതേപോലെ നമുക്ക് എല്ലാം ചെയ്യണം ഗൈസ്. എല്ലാം ചെയ്യണം ഇതേപോലെ. അപ്പോൾ നമുക്ക് എല്ലാം മുറിച്ചെടുക്കാം. അപ്പോൾ നിങ്ങളെ കാണിച്ച് ബോറടിപ്പിക്കുന്നില്ല, ഞാൻ മുറിച്ചിട്ട് വരാം കേട്ടോ. അപ്പം നമ്മുടെ കവായ് സ്റ്റിക്കറിൻ്റെ ഷീറ്റ് മുഴുവൻ നമ്മൾ മുറിച്ചൊട്ടിച്ചിട്ടുണ്ട്. ടേപ്പ് നേരത്തെ ഹാർട്ട് ഷേപ്പ് കാണിച്ച പോലെ കണ്ടോ. കുറേ പോർഷൻ കുറച്ച് അധികം പോർഷൻ വിട്ടാൽ അത്രയും നല്ല പോലെ ഒട്ടിയിരിക്കും. നമ്മൾ ഈ ഒരു ഷീറ്റ് മുഴുവൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അടിപൊളിയല്ലേ? അപ്പോൾ ഒട്ടിക്കാൻ സ്ഥലമില്ലാത്തടത്ത് ഞാൻ ചേർത്ത് ഒട്ടിച്ചു കേട്ടോ റെയിൻബോ ഒക്കെ. നമുക്ക് ബാക്കിയും അതേപോലെ ചെയ്തിട്ട് വരാം. അപ്പം നമ്മളിതാ ലാസ്റ്റത്തെ പിക്ചർ മുറിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ അതും കൂടി നിങ്ങളെ കാണിക്കാമെന്ന് കരുതിയിട്ടാണ് ഇരിക്കുന്നത്. എല്ലാം കാണിച്ചാൽ നിങ്ങൾക്ക് ബോറടി വരില്ലേ. അപ്പോൾ നമ്മളിതാ ലാസ്റ്റത്തെ ഈ ഒരു പിക്ചറാണ്. നേരത്തെ ഞാൻ ആ ഹാർട്ട് ഷേപ്പ് മുറിക്കുന്ന കാണിച്ച പോലെ തന്നെയാണ് ഇത് കേട്ടോ. ഭയങ്കര എളുപ്പമാണ്, പക്ഷെ കുറച്ച് പണി പിടിച്ചതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ടേബിളിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ മൊബൈലൊക്കെ കുത്തിവെക്കുക കേട്ടോ. അപ്പോൾ അതാണ് ചാർജറൊക്കെ കാണുന്നത്. നമുക്കിതും എല്ലാം അതേപോലെ മുറിച്ചെടുക്കാം കണ്ടോ. അപ്പം നമ്മളിതാ അതും മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതും നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ബട്ടർ പേപ്പറിൽ ഒട്ടിച്ചു കൊടുക്കാം. ബട്ടർ പേപ്പറിൽ ഒട്ടത്തില്ല. ബട്ടർ പേപ്പർ ആയതുകൊണ്ട് തന്നെ ഭയങ്കര പണിയാണ് ഒട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. കത്രികത്തെ പശയൊക്കെ കളയാം. അപ്പോൾ ഗൈസ് നമ്മളിതാ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ലാസ്റ്റത്തതും. അപ്പം നമ്മുടെ ക്യൂട്ട് സ്റ്റിക്കേഴ്സ് ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. എനിക്കെന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇതാണ് ഒന്നാമത്തെ ഷീറ്റ്, ഇതാ രണ്ടാമത്തെ ഷീറ്റ്. ഇത് ഞാൻ അതിൽ തികയാത്തതുകൊണ്ട് രണ്ടും വെവ്വേറെ സെപ്പറേറ്റ് ആക്കിയിട്ട് വെച്ചു കണ്ടോ ഗൈസ്.
അപ്പോൾ ഞാനത് ഒട്ടിക്കുന്നത് കാണിച്ചു തരാം. എൻ്റെ നോട്ട്ബുക്കിന് കാണിച്ചു തരാം. നമ്മളിങ്ങനെ പീൽ ചെയ്തെടുത്തിട്ട് നല്ലപോലെ ഒട്ടിച്ചെടുത്താൽ മതി കേട്ടോ. ഒട്ടിക്കാം. അപ്പോൾ ഇതിൻ്റെ ട്രെൻഡ് കഴിഞ്ഞു എന്ന് എനിക്കറിയാം, പക്ഷെ നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് ഇപ്പോഴാണ്. അപ്പോൾ ഇപ്പോൾ ഉണ്ടാക്കുന്നു ഗൈസ്, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഗൈസ്, ഇത് നമ്മൾ ചാനൽ തുടങ്ങിയതിന് ശേഷം ഇടുന്ന ഫസ്റ്റ് ക്രാഫ്റ്റ് വീഡിയോ ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പറയണേ കേട്ടോ. ഫസ്റ്റ് വീഡിയോ അതുകൊണ്ട് തന്നെ അഭിപ്രായത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ.